മദനിയുടെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കാൻ പോവുകയാണ്. ദീർഘമായ കാലം, ഒരു അരനൂറ്റാണ്ടിലേക്ക് സജീവമായി കേരളത്തിലെ ദൈവരംഗത്ത് നിറഞ്ഞു നിന്ന ഒരു മഹൽ വ്യക്തിത്വം. പ്രബോധനം എങ്ങനെയായിരിക്കണം എന്ന് നമ്മെ എല്ലാം പഠിപ്പിച്ച, നമ്മെ എല്ലാം ബോധവൽക്കരിച്ച ഒരു മഹൽ വ്യക്തിയാണ് മദനി. മദനി എന്ന് പറയുമ്പോൾ പേര് കൂടാതെ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. ഞാൻ ദുർബലനാണ്. കൂടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച കാലഘട്ടം മുതൽക്ക് ദൈവ രംഗത്ത് ഒന്നിച്ച് രാപ്പകലില്ലാതെ പ്രവർത്തിച്ചതിൽ ഓർമ്മകൾ വരികയാണ്. മാതൃകാപരമായ ജീവിതം, പെരുമാറ്റം, പ്രബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദും പരലോക ചിന്തയും, ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നി എന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദീർഘമായ പ്രഭാഷണം ആയിരങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ പുണ്യമാണ് പ്രബോധനം എന്ന് പറയുന്നത്. മാതൃകാപരമാണ്. മയ്യത്തിന്റെ മുന്നിൽ വെച്ച് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തിന് നന്മകൾ ഓർക്കും. എന്തെങ്കിലും ജീവിതത്തിൽ പെരുമാറ്റങ്ങളിൽ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കും. അത്രയും നന്മ ജീവിതത്തിൽ ചെയ്തതും നമുക്ക് അനുഭവപ്പെട്ടതുമാണ്. ഇവിടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. പക്ഷേ ഈ ദൗത്യം തലമുറയായി ഏറ്റെടുക്കാനുള്ള ബാധ്യത അത് നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ്. പടിപടിയായി എല്ലാ രംഗത്തും ISMലൂടെ ദീർഘകാലം, പിന്നീട് ഗാനമിൽ, തുടർന്ന് ജമിയത്തിൽ ഈ പവിത്രമായ പ്രവാചക ദൗത്യത്തിന്റെ പിന്തലമുറക്കാരിൽ ഏറ്റെടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പുണ്യമായ നേതൃത്വം ഏറ്റെടുത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം നേടിയ ഒരു മഹൽ വ്യക്തിയാണ്. നിങ്ങൾ ഓർക്കണം, അദ്ദേഹത്തിന് വേണ്ടി എന്നും നിങ്ങളുടെ ദുആയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കണം. എല്ലാ നഷ്ടങ്ങളും നമുക്ക് നികത്താൻ കഴിയില്ല. റബ്ബാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സാധാരണ നിരക്കുള്ളൊരു വാക്കല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനുണ്ട്. വലിയ വിടവാണ്, വലിയ നഷ്ടമാണ്. രോഗബാധിതനായി നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കുകയാണ് നേതൃത്വത്തിലേക്ക് ചെയ്തത്. ആ ഭാരം, അതോടുകൂടെയാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന് അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും പാളിച്ചകളും പിഴവുകളും മനുഷ്യ സഹജമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പിതാവുകൾ ഏറ്റെടുക്കേണ്ട ദൗത്യം നാം അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ മഹത്തായ ദഅവ പ്രസ്ഥാനത്തിന്റെ കേരള നിലവത്തിൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം ദീർഘകാലമായി
AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കാലശേഷം ഒരിടക്കാലത്തിന്റെ വിടവൊഴിച്ചു നിർത്തിയാൽ അദ്ദേഹമാണ് ഇതിന് നേതൃത്വത്തിലുള്ളത്. അത് ഇന്ന് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് അവസാനിച്ചിരിക്കുകയാണ്. ഈ സംഘടനയുടെ കൗൺസിൽ ഇതിന് പിൻഗാമിയെ തെരഞ്ഞെടുക്കണം. ആ നടപടിക്രമങ്ങൾ വരുന്നത് വരെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ശൂന്യമാകാൻ പാടില്ല. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് നമുക്ക് സുപരിചിതനായ, നമ്മുടെ പല സന്ദർഭങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിൽ ഭാരവും ഉത്തരവാദിത്വം ഏറ്റെടുത്ത PP ഉണ്ണിക്കുട്ടി മൗലവിയെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതായി നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാ പിന്തുണയും നൽകി പ്രസ്ഥാനത്തിന് നിങ്ങൾ സഹായിക്കണം. അള്ളാഹു നമ്മെ എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൈകിട്ട് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് മൗലവി സാഹിബിന്റെ മകൻ ഷബീറാണ്.